അപ്പോഴേ നമുക്ക് ഇന്നൊരു കുട്ടി സൺഡേ വ്ളോഗ് കണ്ടാലോ. ഞാൻ ഇപ്പോൾ രാവിലെ ഇന്നലെ കിടന്നപ്പോഴാണെങ്കിൽ നല്ലപോലെ ലേറ്റായേ. ഇന്ന് ഞാൻ കിടന്നപ്പോൾ 2 മണി 2:15 അന്നേരം ഇന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് തോന്നുന്നു 10:30 ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ 10:30 എഴുന്നേറ്റ്. പിന്നെ സൺഡേ ആണല്ലോ, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവരും വ്ളോഗാണ്. അപ്പോൾ നമുക്കെന്നാൽ എൻ്റെ സൺഡേ വ്ളോഗ് കണ്ടാലോ. നമുക്കെന്നാൽ വീഡിയോയിലെടുക്കാം. ഓക്കെ. അപ്പോൾ ഞാൻ രാവിലെ തൂക്കാനൊക്കെ ആയിട്ട് ആദ്യമേ സ്റ്റെപ്പിൻ്റെ മേലിൽ കയറുന്നുണ്ട്. എന്നിട്ട് പതുക്കെ സ്റ്റെപ്പൊക്കെ തൂത്തിട്ടാണ് ഞാൻ പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിപ്പോൾ അറിയായിരിക്കും എൻ്റെ ഒരു ക്ലീനിങ് വ്ളോഗൊക്കെ എങ്ങനെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 വീഡിയോ ഇതിൻ്റെ തന്നെ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ എനിക്ക് ഞായറാഴ്ച അങ്ങനെ വലിയ പരിപാടിയില്ല. ഞായറാഴ്ച ഇതൊക്കെ തന്നെയാണ് പരിപാടി, ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ മിക്കവാറും. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പരിപാടി വന്നാലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിനി ഇത്തിരി ക്ലീനിങ് ഇപ്രാവശ്യം കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ സ്റ്റെപ്പൊക്കെ ക്ലീൻ ചെയ്തിട്ട് താഴത്തെ ഹോളെല്ലാം ഒന്ന് തൂത്ത് റൂമെല്ലാം ഒന്ന് തൂത്തിട്ട് പിന്നെ ഞങ്ങളുടെ റൂമിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാമാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ റൂമിൽ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം ഡീപ് ക്ലീനിങ് ആയിരുന്നു തോന്നുന്നു. കാരണം ഈ നമ്മളാണെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ലല്ലോ. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ആകുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. അപ്പം അതെല്ലാം എടുത്ത് മാറ്റി വെക്കുക, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ സമയം ഏകദേശം 12 മണിയാണ്, 11:56. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഒരു സ്ഥലത്തോട്ട് പോകുന്നത് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴവുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. രാത്രി ഉറങ്ങാൻ ലേറ്റായതുകൊണ്ട് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ഞായറാഴ്ച കൂടുതൽ ലേറ്റായിട്ട് എഴുന്നേറ്റത്. അപ്പോൾ ഞങ്ങൾക്കിന്ന് പുട്ടും പഴവുമായിരുന്നു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ലായിരുന്നു, ഉച്ചയ്ക്കത്തെ ലഞ്ചെന്ന് വേണേൽ പറയാം. എന്നിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥലം പോകണമായിരുന്നു. ഞങ്ങൾക്ക് എറണാകുളം വരുന്ന പോകണമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഒരുങ്ങി, അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ലേ. അപ്പോൾ ഒരുങ്ങി ഇറങ്ങി. അപ്പം ഏറ്റുമാനൂരാന്ന് തോന്നുന്നു. ഏറ്റുമാനൂരായപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി റൗണ്ടാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. എന്നിട്ട് പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴത്തേക്ക് ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് പിന്നെ പോകുന്ന വഴിക്ക് ഇത്തിരി നല്ല റോഡൊക്കെ കാണുമ്പോഴും അതുപോലെ നല്ലൊരു അടിപൊളി പാലമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എപ്പോഴാണ് ഫുഡ് മേടിച്ചു തരുന്നതെന്ന്. ശരിക്കും ഞാൻ കൂടെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞങ്ങൾ ചോറ്റാനിക്കര അമ്പലം പാസ് ചെയ്ത് പോയായിരുന്നേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ, ജസ്റ്റ് ഒരു ക്ലിപ്പേ ഉള്ളൂ, എനിക്ക് കയറാനൊന്നും പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് ജസ്റ്റ് പെട്ടെന്ന് ഇങ്ങനെ കണ്ടു എടുത്തു, അങ്ങനെ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഞങ്ങൾ ചോറ്റാനിക്കരയ്ക്ക് അടുത്താണ് വന്നത്. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. ഞാൻ ആളുടെ കൂടെ വന്നതേ ഉള്ളൂ. ആളുടെ ജോലിയുടെ ആവശ്യത്തിന് വന്നേ. അപ്പോൾ എനിക്ക് വരേണ്ട കാര്യമില്ല, ഞാൻ വെറുതെ കയറി വന്നതേ ഉള്ളൂ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു അമ്പലം കണ്ടു. എന്നിട്ട് അവിടെ കയറി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി ഒരു ഹോട്ടലുണ്ട്. അങ്ങനെ എൻ്റെ ലക്ഷ്യം നടന്നു. എനിക്ക് നല്ല അടിപൊളി അൽഫാം മന്തിയും പിന്നെ ലൈമൊക്കെ മേടിച്ച് വന്നു. നല്ല അടിപൊളി മന്തിയായിരുന്നു കേട്ടോ. എന്തെന്ന് പറഞ്ഞാൽ നല്ല മയോണൈസും അതുപോലെ നല്ല അടിപൊളി ചിക്കനും നല്ല റൈസും എല്ലാം ആയിരുന്നു. അതുപോലെ ലൈം എനിക്ക് തോന്നുന്നു ഞാൻ മിൻറ്റ് ലൈമായിരുന്നു മേടിച്ചത്. അപ്പം നല്ല മിൻറ്റ് ലൈമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിക്ക് ആൾക്കാണെങ്കിൽ ക്രിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടർഫിൽ കയറി കുറച്ച് നേരം ഞാൻ കളി കണ്ടുകൊണ്ടിരുന്നു. ആൾ പോയി കളിച്ചിട്ട് തിരിച്ച് വന്നു. എന്നിട്ട് ഞങ്ങൾ ഏകദേശം രാത്രിയായി വന്നപ്പം. എന്നിട്ട് വന്നു, പിന്നെ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നു പോയിട്ട് എന്നിട്ട് ഞാൻ കുളിച്ചു, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പം ഞങ്ങൾ വന്നേ. അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ആലോചിച്ച് നമ്മൾ വീഡിയോ എടുത്തില്ല. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. എന്നിട്ട് നമുക്ക് കിടക്കാൻ പോവാണ്. ഏകദേശം ബിഗ് ബോസ് കഴിയാറായി. ലാസ്റ്റ് ആ ഒരു എവിക്ഷൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ 7ന്റെ പണിയെല്ലാം കണ്ടു. നമുക്കിനി കിടക്കാം. ടാറ്റാ.